ബംഗ്ലാദേശ് പ്രസിഡന്റ് ഷേഖ് ഹസീന നമ്മുടെ രാജ്യത്ത് ഡൽഹിയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. സംവരണ വിഷയത്തിൽ നടന്ന കലാപത്തിൽ രാജ്യം വിടേണ്ടി വന്ന ഭരണാധികാരി ഷേഖ് ഹസീനയ്ക്ക് സുരക്ഷിതമായി രക്ഷപ്പെടാനുള്ള എല്ലാ സഹായവും ഭാരതം വാഗ്ദാനം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചത്? സംവരണത്തിന്റെ പേരിൽ ഒരു ഭരണാധികാരിക്ക് നാട് വിടേണ്ടി വന്നു. ചരിത്രവും ആനുകാലികവും സത്യസന്ധമായി നമുക്കൊന്ന് അവലോകനം ചെയ്യാം. എന്താണ് നമ്മുടെ അയൽരാജ്യത്ത് നടന്നത്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ആരും പറയാത്ത ചില സത്യങ്ങൾ. ഒരു പക്ഷേ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി സഹായകമാകുന്ന ഈ അറിവുകളുള്ള വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. 17 കോടി ജനസംഖ്യ മാത്രമുള്ള ബംഗ്ലാദേശിൽ എങ്ങനെയാണ് സംവരണം ഇത്ര വലിയൊരു കലാപത്തിന് കാരണമായത്? ചരിത്ര വഴികളിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയാൽ ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധാനന്തരം രൂപീകൃതമായ രാജ്യമാണ് ബംഗ്ലാദേശ്. 1972 ബംഗ്ലാദേശ് രൂപീകൃതമാകുന്നത്. ബംഗ്ലാദേശിലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്ന ഷേഖ് മുജീബുൾ റഹ്മാനാണ് രാജ്യം രൂപീകരിച്ച് പ്രഖ്യാപനം നടത്തുന്നത്. അവാമി ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്ന ഷേഖ് മുജീബുൾ ഖാൻ ബംഗ്ലാദേശിൻ്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിരുന്നു. സ്ഥാപക സമയത്ത് നിലവിൽ വന്ന സംവരണ നിയമത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇന്നത്തെ കലാപത്തിലെത്തി നിൽക്കുന്നത് എന്ന് എത്ര പേർക്കറിയാം? 1972 ഈ സംവരണ നിയമം നിലവിൽ വരുന്നത്. എന്തായിരുന്നു 1972 ഇത്ര പ്രശ്നങ്ങളുണ്ടാക്കിയ സംവരണ നിയമം? രാജ്യത്തെ മൊത്തം തൊഴിലിടങ്ങൾക്കും ബാധകമായിരുന്ന സംവരണ നിയമമായിരുന്നു ഇത്. അതായത് ഏതൊരു തൊഴിൽ മേഖലയിലും ഉദ്യോഗാർത്ഥികളെ നിയമിക്കുമ്പോൾ പാലിക്കേണ്ട സംവരണ തത്വം. എന്തായിരുന്നു ഈ സംവരണ നിയമം? സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് 30% സംവരണം, യുദ്ധം കൊണ്ട് നഷ്ടങ്ങൾ സംഭവിച്ച സ്ത്രീകൾക്ക്, അതായത് യുദ്ധബാധിതരായ സ്ത്രീകൾക്ക് 10% സംവരണം, പ്രത്യേക ജില്ലകൾക്ക് 40% സംവരണം. ഈ ജില്ലകൾക്ക് 40% സംവരണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പാകിസ്ഥാനോടൊപ്പമോ ഇന്ത്യയോടൊപ്പമോ പോകാൻ സാധ്യതയുള്ള അതിർത്തി ജില്ലകളെ ചേർത്ത് നിർത്താനുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു ഈ ജില്ലകൾക്കുള്ള സംവരണം. അങ്ങനെ മൊത്തം 80% സംവരണവും ബാക്കി 20% മാത്രം ജനറൽ കാറ്റഗറിക്ക് നൽകുന്ന ഒരു പ്രത്യേകതരം സംവരണ നിയമം. അതായിരുന്നു ഈ 1972 സംവരണ നിയമം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജനറൽ കാറ്റഗറിക്ക് വെറും 20% മാത്രം. ഇത് രാജ്യത്തെ മൊത്തം തൊഴിലിടങ്ങൾക്കും ബാധകമായിരുന്നു എന്നത് സാധാരണക്കാരായ ജനങ്ങളെ എത്രത്തോളം ബാധിക്കുന്നു എന്നതിന് വ്യക്തമായിരുന്നു. എന്നാൽ അവാമി ലീഗിന് ജനങ്ങളിലുള്ള സ്വാധീനം കാരണം തുടക്കത്തിൽ ഈ സംവരണം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്നാണ് സത്യം. 1985 വീണ്ടും ഒരു സംവരണ ഭേദഗതി വന്നു. യുദ്ധത്തിൽ ബാധിക്കപ്പെട്ട അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ച സ്ത്രീകൾക്കുള്ള 10% സംവരണം എല്ലാ സ്ത്രീകൾക്കും എന്നാക്കി മാറ്റി. അതായത് ഈ 10% സംവരണം എല്ലാ സ്ത്രീകൾക്കും ബാധകമാണ് എന്ന ഭേദഗതി വന്നു. അതിനോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്ക് 1% സംവരണം നിലവിൽ വന്നു എന്ന പ്രധാന തീരുമാനവും 1985 ഭേദഗതിയിൽ വന്നു. എന്നാൽ ബംഗ്ലാദേശിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായ ഭേദഗതി എന്നത് 1997 സംവരണ നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള സംവരണം അവരുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും കൂടി അവകാശപ്പെട്ടതായി ഒരു എക്സ്റ്റൻഷൻ നടത്തി. അതായത് വരും തലമുറയ്ക്കും സംവരണം. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളോ അവരുടെ തലമുറകളോ തൊഴിലവസരങ്ങൾക്ക് അനുസൃതമായ രാജ്യത്തില്ല എന്ന സത്യവും നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെയാണ് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ജനറൽ കാറ്റഗറിയിൽ നിന്നും ആൾക്കാരെ താൽക്കാലികമായി നിയമിച്ചുകൊണ്ടുള്ള രീതി നിലവിലെത്തി. എന്നാൽ 2010 താൽക്കാലിക നിയമനത്തിന് ജനറൽ കാറ്റഗറിയെ പരിഗണിക്കേണ്ട എന്ന തീരുമാനമെടുത്തു. അവിടെ മുതൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു. അഭ്യസ്ത വിദ്യരായ ആൾക്കാർ ഇതിനെ ശക്തമായി എതിർത്തു. അവാമി ലീഗിൻ്റെ പ്രവർത്തകർക്ക് ജോലി നൽകാനുള്ള തന്ത്രപരമായ നീക്കമായി ഇതിനെ കണ്ടു. സ്വാതന്ത്ര്യം നേടി ഇത്ര വർഷം കഴിഞ്ഞിട്ടും പാരമ്പര്യമായി നിലനിൽക്കുന്ന ഈ റിസർവേഷൻ ന്യായമല്ല എന്ന വാദം സാധാരണക്കാരിൽ ഉടലെടുത്തു. വിദ്യാർത്ഥി സമൂഹം റിസർവേഷനെതിരെ ശക്തമായി രംഗത്ത് വന്നു. സർക്കാർ ഒഴിവുകളിലേക്ക് മെറിറ്റിൽ മാത്രം നിയമനം നടത്തണമെന്നും ഗോത്രവർഗ്ഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും മാത്രമേ സംവരണ പരിധിയിൽ വരാവൂ എന്നും ഉള്ള ആശയം ശക്തമായി അവർ ഉന്നയിച്ചു. അവസാനം എന്ത് സംഭവിച്ചു എന്നറിയേണ്ടേ? ബംഗ്ലാദേശ് സുപ്രീം കോടതി ചരിത്രപ്രസിദ്ധമായ ഒരു വിധി കഴിഞ്ഞ ജൂലൈ 21 പുറപ്പെടുവിച്ചു. വിധി പ്രകാരം സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള സംവരണം 5% കുറച്ചു. ഭിന്നശേഷിക്കാർക്കും ഗോത്രവർഗ്ഗക്കാർക്കും ഓരോ ശതമാനം മാത്രം, അതായത് ജനറൽ കാറ്റഗറിക്ക് ബാക്കി 93%. ഈ വിധി ശരിക്കും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നേടിയെടുത്തതാണ്. അവാമി ലീഗിന് സംവരണം വേണം എന്ന കടുംപിടുത്തമാണ് അവാമി ലീഗിൻ്റെ നേതാവും ബംഗ്ലാദേശിൻ്റെ കണ്ണിലുണ്ണിയുമായിരുന്ന ഷേഖ് ഹസീനയ്ക്കെതിരെ ഇങ്ങനെ കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണം. ആദ്യം പറഞ്ഞ പോലെ 17 കോടി ജനസംഖ്യയുള്ള ബംഗ്ലാദേശിൽ 2 ലക്ഷം പേർക്ക് മാത്രമേ ഈ സൈനിക സംവരണത്തിന് അർഹമായിട്ടുള്ളൂ. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരും അവരുടെ മുൻ തലമുറക്കാരുമായി ഏകദേശം 2 ലക്ഷം പേർ മാത്രം.
17 കോടി ജനസംഖ്യയിൽ 2 ലക്ഷം എന്നത് ഉദ്ദേശം 1.5% മാത്രം. അതായത് 1.5% ആൾക്കാർക്ക് വേണ്ടി 30% സംവരണം എന്ന കാട്ടുനീതി. അതായിരുന്നു ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നവും ഇത്തരത്തിലുള്ള ലഹളയ്ക്ക് കാരണമായത്. അവാമി ലീഗിൻ്റെ വോട്ടുകൾ നിലനിർത്താനുള്ള രാഷ്ട്രീയ നീക്കം മാത്രമായിരുന്നു ഇതെന്നതിൽ ഒരു സംശയവുമില്ല. ഭീകരമായ അവസ്ഥയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത്. ഷെർപൂർ ജയിൽ തകർത്തു. കലാപാരികൾ അവിടെ നിന്നും എല്ലാവരെയും മോചിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ കലാപങ്ങൾക്കുള്ള അടിസ്ഥാന കാരണം ഈ സംവരണ വിഷയമാണ്. എന്താണ് ഈ സംവരണ വിഷയം എന്ന് എൻ്റെ പ്രേക്ഷകർക്ക് ലളിതമായി ഒന്ന് പറഞ്ഞു തരാനാണ് ആർ ടോക്സ് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത്. ശ്രീലങ്കയുടെയും അഫ്ഗാനിസ്ഥാൻ്റെയും പാത പിന്തുടരാതെ സ്വസ്ഥമായി ജീവിക്കാൻ ബംഗ്ലാദേശിലെ ജനങ്ങൾക്കുമാകട്ടെ എന്ന് തൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ആർ ടോക്സ് തൽക്കാലം നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.